ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് ന്യൂക്ലിയസ് ചില കേസിൽ, അതായത് ഹെവിയർ ന്യൂക്ലിയസും അൺസ്റ്റേബിൾ ആയിരിക്കും, N/P റേഷ്യോ ഭയങ്കരമായിട്ട് കൂടിയാലും അൺസ്റ്റേബിളാണ്, N/P റേഷ്യോ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയാലും അൺസ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു പലതരം DK ഒക്കെ വരും. അപ്പം അങ്ങനെയുള്ള അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് തരുന്ന രണ്ട് റിയാക്ഷൻസ് ആണ് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. അപ്പം നമുക്ക് ആദ്യത്തെ റിയാക്ഷൻ നോക്കാം. Nuclear fission is the splitting of a heavy nucleus into two or more smaller nuclei with the release of an enormous amount of energy. അപ്പോൾ ഒരു ഹെവി ന്യൂക്ലിയസ്, N/P റേഷ്യോ വളരെ കൂടിയിട്ടുള്ള ഒരു ഹെവി ന്യൂക്ലിയസ് 2 or more സ്മോൾ ന്യൂക്ലിയൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ് എല്ലാം തന്നെ നടക്കുമ്പോൾ മാസ് ഓഫ് ദ റിയാക്റ്റൻസിനേക്കാൾ കുറവായിരിക്കും മാസ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ആ എക്സസ് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മാസ് ഡിഫക്റ്റ് ആണ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യുമ്പം ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ട്, ആ മാസ് ഡിഫക്റ്റ് എനർജി ആയിട്ട് മാറുന്നു. This decay can be natural spontaneous splitting by radioactive decay or by bombarding with neutrons. അപ്പോൾ ഈ ഫിഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നടക്കാം. സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഫിഷൻ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിനെ നമുക്ക് ഫിഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ ബോംബാർഡിംഗ് വിത്ത് ന്യൂട്രോൺസ്. The resulting fragments tend to have a combined mass which is less than the original. അപ്പം നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റിൻ്റെ മാസ് റിയാക്റ്റൻറ്റിൻ്റെ മാസിനേക്കാൾ കുറവായിരിക്കും, ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ട്. This missing mass is what is converted into nuclear energy in the above reaction. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കീമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഹെവി ന്യൂക്ലിയസ് ഉണ്ട്, അതിലോട്ട് ഒരു ന്യൂട്രോൺ വന്ന് ഇടിക്കും. ന്യൂട്രോൺ വന്ന് ഇടിച്ചു കഴിയുമ്പോഴത്തേനും അത് രണ്ട് സ്മോളർ ന്യൂക്ലിയായി സ്പ്ലിറ്റ് ചെയ്യും വിത്ത് ദ ലിബറേഷൻ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂട്രോൺ വന്ന് ബൊമ്പാർഡ് ചെയ്യുമ്പം 3 ന്യൂട്രോൺസ് വരെ പുതിയതായിട്ട് ഉണ്ടാകാം. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഫിഷൻ ഓഫ് യുറേനിയം 235. പക്ഷേ ഈ യുറേനിയം 235 എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് പല രീതിയിൽ ഫിഷൻ ഉണ്ടാകാം. ഇൻഫാക്ട് ഫിഷൻ ഓഫ് യുറേനിയം 235 ക്യാൻ ഒക്കർ ഇൻ 35 ഡിഫറെൻറ്റ് വേസ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 റിയാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്, 3 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഫോം ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെയുള്ള 2 എണ്ണമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. യുറേനിയം 235-92 ന്യൂട്രോണായിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ ബേരിയവും ക്രിപ്റ്റനും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് 139 മാസ് നമ്പറുള്ള ബേറിയാണ്, ഇവിടെ 144 മാസ് നമ്പറുള്ള ബേരിയവും 89 മാസ് നമ്പറുള്ള ക്രിപ്റ്റണും ഫോം ചെയ്യുന്നു വിത്ത് ദ ലിബറേഷൻ ഓഫ് 3 ന്യൂട്രോൺസ് ആൻഡ് 210 മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ് ഓഫ് എനർജി. ഇതേപോലെ യുറേനിയം 233-92 ഉണ്ട്, അതിനും ന്യൂക്ലിയർ ഫിഷൻ നടക്കാം ഓൺ ബോംബാർഡ്മെന്റ് വിത്ത് ന്യൂട്രോൺസ്. അപ്പോൾ ഉണ്ടാവുന്നത് സെനനും സ്ട്രോൺഷ്യമാണ്. 137 മാസ് നമ്പറുള്ള സെനനും strontium with mass number 94 with the liberation of 3 neutrons and 210 mega electron volts of energy. In all the fission reactions, the total mass of the fission products is 0.22 mass units less than the sum of the masses of uranium and neutron. അപ്പം നമ്മൾ ഏത് യുറേനിയം എടുത്താലും അത് ന്യൂട്രോൺ വെച്ച് ബോംബാർഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്ട്സിൻ്റെ മാസ് തുടക്കത്തിലുള്ളതിനേക്കാൾ 0.22 മാസ് യൂണിറ്റ്സ് കുറവാണ്. അപ്പം മാസ് ഡിഫക്റ്റ് 0.22 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഈസ് അറൌണ്ട് 220 മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ്. അപ്പോൾ കുറച്ച് എനർജി ഈ ന്യൂക്ലിയർ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ യൂസ് ചെയ്യും, ബാക്കിയുള്ള എനർജി മുഴുവനും എന്തിന് യൂസ് ചെയ്യുന്നു? പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. The primary fission products have high N/P ratio and undergo beta emission. ഇങ്ങനെ ഫിഷൻ ഉണ്ടാകുന്ന ഈ ന്യൂക്ലിയസിനെല്ലാം തന്നെ എന്താണ് N/P റേഷ്യോ സ്റ്റിൽ ഹയർ ആയിരിക്കും. അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? അത് വീണ്ടും
റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും, ന്യൂട്രോണുമായിട്ട് ബൊമ്പാർഡ് ചെയ്ത് വീണ്ടും റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. അതല്ലെങ്കിൽ സാധാരണ ബീറ്റ എമിഷൻസും അണ്ടർഗോ ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്. നമ്മൾ കുറേ മോഡ്സ് ഓഫ് ഡീകെ കണ്ടു, അന്നേരം ന്യൂക്ലിയർ ഫിഷൻ ഒന്നും പറഞ്ഞിരുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നതെല്ലാം സാധാരണ ന്യൂക്ലിയസ്, അതായത് ഒരു 92 തൊട്ട് 200 വരെ മാസമുള്ള ന്യൂക്ലിയസിൻ്റെ കേസുകളാണ്. ഈ ഫിഷൻ ഉണ്ടാകുന്ന ന്യൂക്ലിയസ് എല്ലാം തന്നെ എബവ് 200 മാസുള്ള വെരി ഹൈ മാസ് എലമെന്റ്സ് ആണ്, മാസ് നമ്പർ ഉള്ള എലമെന്റ്സ് ആണ് ഈ ഫിഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ബീറ്റ എമിഷൻ പറ്റാത്തത്രയും ബീറ്റ എമിഷൻ കൊണ്ട് പോലും സ്റ്റേബിൾ ആവാൻ പറ്റാത്തത്രയും വലിയ ന്യൂക്ലിയസ് ആണ് ഫിഷൻ തരുന്നത്. ഇനി പ്ലൂട്ടോണിയം 239 ഫിഷൻ തരും. അതിൻ്റെ റിയാക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്ലൂട്ടോണിയം 239 ഓൺ ബോംബാർഡ്മെന്റ് വിത്ത് ന്യൂട്രോൺ ഗീവ്സ് xenon ആൻഡ് zirconium with the liberation of 3 neutrons and energy. ഇനി ഇതിൻ്റെ ഫിഷൻ റിയാക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫിഷൻ ഈസ് നോട്ട് എ സ്പോണ്ടേനിയസ് പ്രോസസ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവാം, സ്പോണ്ടേനിയസ് ഡീകെ ആവാം, അതല്ലെങ്കിൽ ബോംബാർഡ്മെന്റ് വിത്ത് ന്യൂട്രോൺസ് കൊണ്ട് നടക്കാം. അപ്പോൾ യൂഷ്വലി നമുക്ക് നേച്ചറിൽ ഫിഷൻ അങ്ങനെ കാണാൻ പറ്റാറില്ല. അതെപ്പോഴും ആർട്ടിഫിഷ്യലി അതല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസ് ആണ്. It can only occur when a slow-moving neutron strikes an unstable nucleus. In this decay process, the nucleus will split into 2 nearly equal nuclei and release several free neutrons and huge amounts of energy. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡീകെയിലൊന്നും ഫിഷൻ പറഞ്ഞിരുന്നില്ല. ബിക്കോസ് ആ പറഞ്ഞിരുന്ന ഡീകെ എല്ലാം തന്നെ സ്പോണ്ടേനിയസ്, നാച്ചുറലി നടക്കുന്നതാണ്. ഈ ഫിഷൻ എന്ന് പറയുന്നത് നേച്ചറിൽ കാണാറില്ല, ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു എനർജി കൊടുത്താൽ മാത്രമേ ഫിഷൻ നടക്കുള്ളൂ. ഓൺ ആവറേജ് 3 neutrons are released. These can go on to be absorbed by other nuclei if they are slowed down by a moderator, a medium such as graphite, heavy water and beryllium that causes the neutrons to travel more slowly. അപ്പം നമ്മൾ കണ്ടു എല്ലാ റിയാക്ഷൻസിലും മിനിമം 3 ന്യൂട്രോൺസ് ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലിബറേറ്റ് ചെയ്യുന്ന ന്യൂട്രോൺസ് ഭയങ്കര സ്പീഡിലായിരിക്കും. അതെന്താ കാര്യം? അത് ഒരുപാട് എനർജി പുറത്തേക്ക് വരുന്നതിൻ്റെ ഒപ്പമല്ലേ ഈ ന്യൂട്രോൺസും പുറത്ത് വരുന്നത്. അപ്പം ന്യൂട്രോൺസിനും ഒരുവിധം എനർജി ഉണ്ടാകും. അപ്പോൾ ഹൈ സ്പീഡിലായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത്. ഇത് കുറച്ച് സ്ലോ ആക്കാൻ പറ്റി, ഈ ന്യൂട്രോൺസിനെ കുറച്ചൊന്ന് സ്ലോ ആക്കാൻ പറ്റിയാൽ നമുക്ക് ഇങ്ങനെ പുറത്ത് വരുന്ന ന്യൂട്രോൺസിനെ വീണ്ടും ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ന്യൂട്രോൺസ് ബൊമ്പാർഡ് ചെയ്ത് പുതിയ പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, ആ പ്രോഡക്റ്റിനെ വീണ്ടും ന്യൂക്ലിയർ ഫിഷൻ അണ്ടർഗോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ന്യൂട്രോൺസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിനെയാണ് മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡറേറ്റർ ഇസ് എ മീഡിയം. അപ്പം എന്ന് പറഞ്ഞാൽ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ നിൽക്കുകയൊന്നുമല്ല, അതൊരു മീഡിയമാണ്. ഒരു ഗ്രാഫൈറ്റ്, അതല്ലെങ്കിൽ ഹെവി വാട്ടർ, അതും അല്ലെങ്കിൽ ബെറീലിയം. അപ്പം ഈ 3 സാധനങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ന്യൂട്രോൺസ് ലിബറേറ്റ് ചെയ്ത ഉടനെ തന്നെ ദേ ഗെറ്റ് സ്ലോ ഡൗൺ. അപ്പോൾ കുറച്ച് ഒന്ന് സ്ലോ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ന്യൂട്രോൺസിനെ ഈ ഗ്രാഫൈറ്റും ഹെവി വാട്ടറും ബെറീലിയവും കാരണമാകും. അപ്പം അങ്ങനെ ന്യൂട്രോൺസ് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂട്രോൺസിന് ഉണ്ടായിരിക്കുന്ന ആ ഫിഷൻ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ആ ഫിഷൻ പ്രോഡക്ട്സിനെ വീണ്ടും ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. If these neutrons are absorbed by other nuclei, this causes a chain reaction. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സ്ലോ മൂവിങ് ന്യൂട്രോൺസ് പ്രോഡക്ട്സ് ഓഫ് ഫിഷൻ റിയാക്ഷനുമായിട്ട് ബൊമ്പാർഡ് ചെയ്തിട്ട് വീണ്ടും ഫിഷൻ വരുന്നതിനെ നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്രോൺസ് 3 ന്യൂട്രോൺസ് വരെ വരും. ആ 3 ന്യൂട്രോൺസും ഓരോ ഫിഷൻ റിയാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫിഷൻ റിയാക്ഷൻ വഴി 3 പുതിയ ഫിഷൻ റിയാക്ഷൻസ് ഉണ്ടാകും. ഫോർ ദ ചെയിൻ റിയാക്ഷൻ ടു ഒക്കർ ദർ ഹാസ് ടു ബി എ ക്രിട്ടിക്കൽ മാസ്. അപ്പോൾ ചുമ്മാ
നമ്മളൊരു മാസ് ചുമ്മാ അങ്ങ് ഡിറ്റർമിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചെയിൻ റിയാക്ഷൻ നടക്കണം എന്നില്ല. ചെയിൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു ക്രിട്ടിക്കൽ മാസ് ആവശ്യമാണ്. നമ്മൾ ഇനീഷ്യലി എടുക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിന് ഒരു ക്രിട്ടിക്കൽ മാസിന്റെ ആവശ്യമുണ്ട്. ഫോർ യുറേനിയം ദിസ് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ടെന്നീസ് ബോൾ. ഒരു ടെന്നീസ് ബോളിന്റെ സൈസ് മതി യുറേനിയത്തിന്. ദ ക്രിട്ടിക്കൽ മാസ് ഹാസ് എ മാസ് ഓഫ് അബൌട്ട് 15 കിലോഗ്രാം. അപ്പോൾ ഒരു 15 കിലോഗ്രാം ഉള്ള യുറേനിയത്തിന്റെ സൈസ് എത്രയുണ്ടാവും? ഒരു ചെറിയ ടെന്നീസ് ബോളിന്റെ അത്രേ ഉണ്ടാവുള്ളൂ. എനിത്തിങ് ലെസ് ദ ന്യൂട്രോൺസ് എസ്കേപ്പ് വിത്തൗട്ട് സെറ്റിംഗ് ഓഫ് എ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഒരു 15 കിലോഗ്രാം ഉള്ള ഒരു യുറേനിയം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ ചെയിൻ ഫിഷൻ റിയാക്ഷൻ. If the chain reaction is not controlled, nuclear explosion will occur. അപ്പോൾ ഈ ചെയിൻ റിയാക്ഷൻ നമ്മൾ ചുമ്മാ അൺഅറ്റൻഡഡ് ആയിട്ട് നടത്താൻ പറ്റില്ല, കൺട്രോൾ ചെയ്യണം. മോഡറേറ്റർ ഉപയോഗിച്ച് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യണം. അതോടൊപ്പം തന്നെ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാനും ഒരു മെറ്റീരിയൽ വേണം. The chain reaction consisting of innumerable fission reactions will generate huge amount of energy. നമുക്കറിയാം ഒരു ഫിഷൻ റിയാക്ഷൻ വഴി 210 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെയിൻ റിയാക്ഷൻ വഴി 3 പുതിയ ഫിഷൻ റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ 3 × 210 മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ് വീണ്ടും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫിഷൻ റിയാക്ഷൻ വീണ്ടും അടുത്ത ഫിഷൻ റിയാക്ഷൻസിനെ ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഈ ചെയിൻ റിയാക്ഷൻ വഴി അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഓഫ് 210 മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ് എനർജി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഫിഷൻ പ്രോഡക്ട്സ് ആർ ന്യൂക്ലിയൈ വിച്ച് ആർ ഐസോടോപ്സ് ഓഫ് മോർ സ്റ്റേബിൾ എലമെന്റ്സ്. ഇഫ് ലെഫ്റ്റ് അലോൺ ദേ ഡീകേ റേഡിയോ ആക്റ്റീവ്ലി ബൈ എമിറ്റിംഗ് ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിൾസ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഫിഷൻ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പൊ സ്റ്റേബിൾ എലമെന്റ്സിന്റെ ഐസോടോപ്സ് ആണ്. അപ്പൊ എന്താ പറ്റുക? ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള സമയം അതിന് കൊടുത്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും? അത് സ്വന്തമായിട്ട് റേഡിയോ ആക്റ്റീവ് ഡീകേ ഉണ്ടാകുകയോ ചെയ്യും. ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ, അതോ അല്ലെങ്കിൽ പോസിട്രോൺ എമിഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു എമിഷൻ വഴി സ്റ്റേബിൾ ഐസോടോപ്പായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിഷൻ റിയാക്ഷൻ. അപ്പം അതിൽ നമുക്ക് ക്രിട്ടിക്കൽ മാസിനൊരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ മാസിന്റെ ഡെഫിനിഷൻ ഈസ് ദ മിനിമം മാസ് റിക്വയർഡ് ടു സപ്പോർട്ട് എ സെൽഫ് സസ്റ്റെയിനിങ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഒരു ഫിഷൻ റിയാക്ഷനിലെ സെൽഫ് സസ്റ്റെയിനിങ് ചെയിൻ റിയാക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടുന്ന മാസിനെയാണ് ക്രിട്ടിക്കൽ മാസ് എന്ന് പറയും. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിഷൻ റിയാക്ഷൻ. ഇനി എന്താണ് ഈ ഫിഷൻ റിയാക്ഷന്റെ ആപ്ലിക്കേഷൻ? നമുക്ക് 2 ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കേണ്ടത്. ഒന്ന് അറ്റോമിക് ബോംബും, രണ്ടാമത്തത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും. അപ്പൊ അറ്റോമിക് ബോംബ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫാസ്റ്റ് ഫിഷൻ ചെയിൻ റിയാക്ഷൻ. അപ്പൊ അറ്റോമിക് ബോംബിൽ എന്താ ചെയ്യുന്നത്? ഒരു പ്ലൂട്ടോണിയം ന്യൂക്ലിയസ് എടുത്തിട്ടുണ്ടാകും, പ്ലൂട്ടോണിയം അല്ലെങ്കിൽ യുറേനിയം ന്യൂക്ലിയസ് എടുത്തിട്ടുണ്ടാകും. ആ ന്യൂക്ലിയസിനെ നമ്മൾ ന്യൂട്രോൺസ് വെച്ച് ബോംബാർഡ് ചെയ്യും. അന്നേരം എന്ത് പറ്റും? ഹൈ എനർജി റിലീസ് ചെയ്യും. അപ്പൊ ഇത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സ്ഥലത്താണ് ഇത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? അത്ര പെട്ടെന്ന് എനർജി റിലീസ് ചെയ്യുമ്പോഴത്തേനും ഈ സാധനം അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ, കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് അതങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അതാണ് അറ്റോമിക് ബോംബിന്റെ പ്രിൻസിപ്പിൾ. ഇനി ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലോ ഈ ചെയിൻ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പം ഇത് രണ്ടുമാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഫിഷൻ റിയാക്ഷൻ. അപ്പം നമ്മൾ ഫിഷന്റെ ഡെഫിനിഷൻ കണ്ടു, എക്സാമ്പിൾസ് കണ്ടു, ഡെഫിനിഷൻ, എക്സാമ്പിൾസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സും കണ്ടു, ആപ്ലിക്കേഷനും കണ്ടു. പിന്നെ നമുക്ക് അടുത്തത് ഫ്യൂഷൻ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം.